I want to know the history of this property. ഫസ്റ്റ് നമ്മുടെ കോയ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ, കോയ മുതലാളി ഒന്ന് കാണേണ്ടി വരും. പിന്നെ വന്നിരിക്കുന്ന ഒരു രമാ സുരേഷാണ്. അവരൊക്കെ എന്തിനാണ് ഈ പ്രോപ്പർട്ടി വിറ്റത്? മുജീബിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയ ആളുടെ പേര് ഇരുമ്പനാണെന്നാണ്. നീ അവനെ ഒന്ന് നല്ല ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. നീ അവളൊന്ന് വാച്ച് ചെയ്യണം. എന്താടാ എല്ലാവരും കിട്ടിയോ? സെറ്റാണ് എല്ലാവരും കാശ് കിട്ടിയോ? സെറ്റാണ് തുടങ്ങിക്കോട്ടെ. ഓക്കെ, മേരെ പ്യാരെ ഭായിയോ ബഹനോ, എൻ്റെ പൊന്നല്ലോട്ടോ, അവരാരും ഹിന്ദിക്കാരൊന്നും അല്ല. ആ റോഹാങ്കക്കാരൊക്കെ ഹിന്ദി എന്താന്ന് കൂടി അറിയാൻ പാടില്ല. നിങ്ങളിത് ശ്രീലങ്കക്കാർക്ക് ചിലപ്പോൾ നിങ്ങൾ അവരുടെ തമിഴ് വല്ലതും മനസ്സിലാവുമായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന വഴി പറഞ്ഞു കൊടുത്താൽ മതി. 40-48 ദിവസം ട്രാവൽ ചെയ്യണതല്ലേ, അവർക്ക് ആരും കത്തിക്കോളൂ. നിങ്ങൾ ആരും പറ. ये बोट छोटा बोट है, ये बोट छोटा बोट है. ये बोट इधर से श्रीलंका में जा रहा है, श्रीलंका में. उधर एक बड़ा बोट आएगा. Just move to the bigger boat. इंग्लिश क्रिसमस आइलैंड. ड्राइवर जाएगा और लाइफ जैकेट पहनेगा. आफ्टर बूम फायर टी ആരും നോക്കരുത്. നീന്ത്. ഓക്കെ, സ്ട്രൈറ്റ് നീന്ത്. യു ഗോ ന്യൂസിലാൻഡ്. റിലാക്സ്. ന്യൂസിലാൻഡ് 2 months stay. ആഫ്റ്റർ എടാ, ഞാൻ എന്തെങ്കിലും മറന്നുണ്ടെങ്കിൽ നീ പറഞ്ഞു. ए बात टॉयलेट, दिस साइड में फूड, मेडिसिन के लिए ऊपर जा सकता है. പിന്നെ एक दिन में പുറത്തു പോകാം, സ്മോക്കിംഗ് ആൻഡ് കടൽ കാണാൻ എന്നിട്ട് ആ വഴി തന്നെ അന്തർവാസക്ത, എന്നിട്ട് ഇവിടെ ഇരിക്കണം. ആ പാസ്പോർട്ട് ഇങ്ങടുത്തെ. പാസ്പോർട്ട് ചുമ്മാ നോക്കിയേക്കാം. അങ്ങടുത്തെ നല്ല പ്രിന്റിംഗ് ഒക്കെ ഉള്ള. എവിടെ നിന്നാണ് ഇത്? കാലൂരിന്നാണ് നമ്മുടെ മച്ചാനോടെ ഇത്. ഓക്കെ, ദിസ് പാസ്പോർട്ട്. ഓക്കെ, സേഫ് ലാൻഡ്, ഹാപ്പി, ജീസസ് ബ്ലെസ് യു. ഓക്കെ, കംപ്ലീറ്റ് ഫ്രീഡം. ഓക്കെ, കംപ്ലീറ്റ് ഫ്രീഡം. താങ്ക് യു. ആണെങ്കിലും അടുത്ത 48 മണിക്കൂറിൽ ഒരാളിൻ്റെ നേരെ കത്തി ചൂണ്ടും, മറ്റൊരാളിൻ്റെ നേരെ തോക്കും ചൂണ്ടും, എന്നെ കൊല്ലാൻ ശ്രമിക്കും, തുണിയില്ലാതെ എന്നെ റോഡിലൂടെ ഓടിക്കും. സുജിത് കൈമൾ എന്ന മഹാക്രിമിനലിനെ ഞാൻ തിരിച്ചറിയും. രമാ സുരേഷ് എന്നെയും തിരിച്ചറിയും. ചിലപ്പോൾ തലനാരിഴയ്ക്ക് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. ഓർക്കുമ്പോൾ പകച്ചു പോകുന്ന പേടിയാകുന്ന 48 മണിക്കൂർ. ഇപ്പം തൽക്കാലത്തേക്കൊരു സമാധാനമുണ്ടെങ്കിലും പേപ്പറിൽ വാർത്ത വായിച്ചപ്പോൾ എന്താ പ്രശ്നം? ഇയാളെ പറ്റി വല്ല അറിയാമോ? ഇയാള് മഹാകളനാണ്. എന്താ പ്രശ്നം? അത് ശരി. ഇങ്ങനെ കാരണം ബോംബെയിൽ 12 പേര് മരിച്ചിട്ടുണ്ട്, കെട്ടിടം പൊളിഞ്ഞു വീണു. ഇതൊക്കെ നമ്മളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇയാള് കള്ളനാണ്. നിനക്ക് റുക്സാനയുടെ പ്രിന്റ് ഔട്ട് കിട്ടിയല്ലേ? ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവള് ട്രാൻസ്പെറന്റ് അല്ല. ഇങ്ങനെയാണ് ട്രാൻസ്പെറന്റ് അല്ല. ഇത് 2005 നടന്നതാണെന്നേ. ഞാനവിടെ മുംബൈയിലായിരുന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് പരിപാടികളായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറും ഞാനും കൂടി ആ മീറ്റിൽ നിന്ന് അതിൻ്റെ തീരത്തൊരു
ആ കാച്ച്മെന്റ് ഏരിയയിൽ ഒരു ബിൽഡിംഗ് പണിതു. അത് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇടിഞ്ഞൊളിഞ്ഞ് വീണ് ഒരു 12 പേര് മരിക്കുകയും ചെയ്ത്. അതിനിപ്പോൾ എന്താ, അതിന് ഞാനൊരു 6 മാസം ജയിലിൽ കിടക്കുകയും ചെയ്ത്. ഇതൊക്കെ ഈ റിയൽ എസ്റ്റേറ്റ് ഏരിയയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് മുംബൈയിൽ പോകണ്ട, നമ്മുടെ ഇവിടെ കൊച്ചിയിൽ 1800ഓളം ബിൽഡിംഗ് CRS പ്രകാരമാണ് തികടണം മുജിബേ. പിന്നല്ല, ഇനി അതൊക്കെ എപ്പോൾ പൊളിഞ്ഞു വീഴുമെന്ന് ദൈവം കണ്ടറിയണം. ഇനി അതല്ല ന്യൂസ്, അതല്ല ഇതാണ് ന്യൂസ്. ഇതൊന്ന് വായിച്ചു നോക്ക്. 12 പേര് മരിച്ചെന്നൊക്കെ നിങ്ങൾ എന്ത് ലാഘവത്ത് കൂടിയാണ് പറയുന്നത്. നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. ട്രാൻസ്പെറന്റ് ഞാൻ ട്രാൻസ്പെറന്റ് ആയിക്കോളാം, നീ നിന്റെ കാര്യം നോക്ക്. പടച്ചോടെ, ഇയാളെപ്പോഴാണ് മരിച്ചത്? വെടിവെച്ച് ഒന്നാണ്. ആര്? നീ മറ്റേ ഷവലിനടിച്ചവനല്ലേ, ഇരുമ്പൻ. അടുത്തതായി ചെല്ലാനത്ത് നിന്ന് ഒരു മരണ വാർത്തയാണ്. ചെല്ലാന സ്വദേശി ബിനിജു KP അഥവാ ഇരുമ്പനാണ് മരണപ്പെട്ടിരിക്കുന്നത്. വെടിയേറ്റാണ് മരണം. കോവിഡ് 144 പ്രഖ്യാപിച്ചപ്പോൾ രാത്രി ഒറ്റയ്ക്ക് കടപ്പുറത്ത് പോയപ്പോഴാണ് സംഭവം. ലോക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വെടിയേറ്റാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. അല്ലേട്ടാ, ഇരുമനെ തീർത്ത് നിങ്ങളാണോ? എടാ ഞാനത് ചെയ്യോ? നിനക്കെന്നെ അറിയാലോ ഷെല്ലി. ഞാനറിയാത്ത ആളൊന്നുമല്ല നിങ്ങള്. നീ അറിഞ്ഞ ആള് തന്നെയാണ് ഞാൻ. എന്റെ പിള്ളേരാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല ഷെല്ലി. പിന്നെ അതാരാ ചെയ്തേ? പിന്നെ അതാരാ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഹമീദാണോ? ചിലപ്പോ ആയിരിക്കും. നീ നോക്കിക്കോ, ഞാനും നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തോളാം. പ്രശ്നമാവോ? നമ്മളെ പോലീസ് വിളിക്കൂ. അത് വിട്, കോയനെ വിളിച്ചോന്ന് സംസാരിച്ചേ. കോയനെ വിളിക്കും. നിങ്ങൾ എന്തിനാണ് കോയനെ വിളിക്കുന്നത്? ഏറ്റെടുത്ത പ്രോപ്പർട്ടി അവർക്ക് തീർക്കണ്ടേ മുജീബേ? പിന്നെന്താണ് സ്പൈഡർക്ക് ഏറ്റെടുക്കുമ്പോൾ ഞാൻ മോശമാണ്. നിങ്ങൾ എന്തിനാ സ്പൈ വർക്ക് ചെയ്യണത്? നിങ്ങൾ എന്തിനാ അവരെ സ്പൈ ചെയ്യണത്? കോവിഡ് ടൈമിൽ ആറ്റ് നോറ്റി കിട്ടിയ കസ്റ്റമറാണ്. വെറുതെ കുഴപ്പമാവോ? മുജീബ് പെടും, രക്ഷപ്പെടും. My name is Daniel Fernandez. കോയ് സാറിന് ചെല്ലാനത്തൊരു പ്രോപ്പർട്ടി ഇല്ലേ, അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് വിളിച്ചതാണ്. കോയ് സാർ എന്തിനാണ് അത് വെക്കുന്നത്? നല്ല പ്രോപ്പർട്ടി ആയിരുന്നില്ലേ അത്? വിറ്റുപോയതാണ്. അത് അഡ്വാൻസ് 10 ദിവസം അതിന്റെ രജിസ്ട്രേഷൻ നടക്കും. സത്യത്തിൽ എനിക്ക് ആ പ്രോപ്പർട്ടിയിൽ ഒരു നോട്ടം ഉണ്ടായിരുന്നു. ആ ബയേഴ്സ് വാങ്ങിക്കുന്നതിലും ഒരു 30% കൂടുതൽ ഞാൻ തരാം. അതെ, കോയ വാക്ക് പറഞ്ഞ വാക്കാണ്. വാക്ക് മാറ്റി പറഞ്ഞ പരിപാടിയൊന്നും കോയക്കില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് ആരാ വിളിക്കണമെന്ന് പറഞ്ഞ? ഞാൻ ഡാനിയൽ ഒപ്റ്റിക്കൽസ്, ഡാനിയൽ എന്റർപ്രൈസസ്, ഡാനിയൽ ഫിഷറീസ് കേട്ടിട്ടില്ലേ സാറേ? അത് കൊടുത്തുപോയി. സാറേ, ഞാൻ ഒരു പരിപാടിയിലാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. സാറിന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ, സേവ് ചെയ്തിട്ടുണ്ട് സാറേ. വിളിച്ചോളാം സാറേ. ഓക്കെ. ഓ എടാ രതീഷേ, കോയ ഒരു ഇന്റഗ്രിറ്റി ഉള്ള ആളാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാ എന്നെ പോലെയൊക്കെയുള്ള ഒരാളാണെന്ന് തോന്നണമെന്ന്. ഫ്രോഡാണല്ലേ? ആ മരിച്ചുപോയ ആളെ കുറിച്ച് സമാധാനം പറ. എടാ നീയാണോ കൊന്നത്? അല്ലല്ല, എന്നാ പിന്നെ മിണ്ടാതിരി. രമാസുരേഷനെ വിളിച്ചേ. ഡീലി. നിങ്ങൾ എന്തിനാണ് അവരെ വിളിക്കുന്നത് ഇവരെ വിളിക്കുന്നത് പറഞ്ഞത്? കാശ് വേണ്ട എന്റെ മുജീബേ. എന്റെ ഒക്കെ പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടേ. ഹലോ, അതെ മാഡം, ഞാനൊരു സ്ഥലത്തിന്റെ ബയറാണേ. മാം, ചെല്ലാനത്ത് മാഡത്തിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നില്ലേ? അതെ, ചെല്ലാനത്തെ പ്രോപ്പർട്ടിയെ പറ്റി എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു മാഡം? ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. മെയിലിൽ എന്റെ ഫോണിലേക്ക് വിളിക്കരുത്. താൻ ഈ കാര്യം പറഞ്ഞു. എന്തായി? എടാ, അവര് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ രമാ സുരേഷ് ആളിത്തിരി ഡൂബിയസ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. സംഗതി മനസ്സിലാക്കിയെടുത്തോളം ഇവർക്ക് ഷിപ്പിൻ്റെ റിപ്പയറും പരിപാടികളൊക്കെയാണ്. പിന്നെ അവർക്ക് വേറെ കുറച്ച് ഇല്ലീഗൽ പരിപാടിയൊക്കെ ഉണ്ട്. ഈ ബോട്ടുകൾ ഡിസ്കാർഡ് ചെയ്യുന്നത്, പൊളിച്ചു വെക്കുക, ഷിപ്പ് കണ്ടം ചെയ്യുന്നത്, പുറംകടലിൽ വെച്ച് തന്നെ പൊളിച്ചു മറിച്ച് വെക്കുക. ആക്രി പരിപാടി അത് കൊള്ളാവുന്നൊരു പരിപാടിയാണല്ലോ. അതിൻ്റെ കൂടെ കുറവുണ്ടായിരുന്നത് കേട്ടാ. റുക്സാനെ കുറിച്ച് അന്വേഷിച്ചു. ആളൊരു MBA ഹോൾഡറാണ്, മാരീഡ് ടു എ സോൾജർ. ഹസ്ബൻഡ് ഉറി അറ്റാക്കിൽ മരിച്ചു. അവര് ജാക്സൺ റോഷറി എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് കമ്പനിയുടെ ഒപ്പം ചെല്ലാനത്തെ വൾനറബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഇന്റേൺഷിപ്പ് 2013 ഡോക്യുമെന്റ്സ് ഒക്കെ ഡൊമൈനിലുണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് റീസൺസ് അല്ലേ കൊടുക്കണ്ടേ? ബാക്കി അവരുടെ ഹിസ്റ്ററി, പാസ്റ്റ്, പ്രസന്റ്, ഇന്റൻഷൻസ് അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതൊന്നും റീസണബിൾ അല്ല അന്വേഷിക്കുന്നത്. നമ്മൾ രമാ സുരേഷിനെ കാണണം, കോയനെ കാണണം,
കൈമളിനെ കാണണം, ചെട്ടിയാരെ കാണണം, പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്യണം. സെയിൽസിന്റെ റീസൺസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അടിപൊളി ഫേക്ക് റീസൺ ഉണ്ടാക്കണം. എന്നാ പിന്നെ ആ റീസൺ ആദ്യം ഉണ്ടാക്കിയാൽ പോലെ. അത് ഇക്കാടെ എത്തിക്സ് പോലെ ഞാൻ എന്തായാലും ഓക്കെയാണ്. ഇന്റഗ്രിറ്റി ആ മടിച്ച ആളെ കുറിച്ച് വല്ല ചെയ്യുന്നുണ്ടോ? നീ അത് കഴിക്കാതെയോ? മരിച്ചാളുടെ കാര്യം പറയാൻ നടക്കാം. അതുണ്ടല്ലോ, റുക്സാനയ്ക്ക് ഈ മാപ്പും കോപ്പും സർട്ടിഫിക്കറ്റും ഒന്നും വേണ്ട. അവർക്ക് വേണ്ടത് ഈ പ്രോപ്പർട്ടി പാർട്ടീസ് സെല്ല് ചെയ്തതിനുള്ള റീസണാണ്. I want to know the history of this property. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഈ പ്രോപ്പർട്ടി ആരൊക്കെ കൈമാറി? പോയായിട്ട് ഒരു ഡയറക്റ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. എടാ അതൊക്കെ, പക്ഷേ നമ്മുടെ രമാ സുരേഷ് എടുക്കണില്ല. അവരായിട്ടൊരു മീറ്റിംഗ്. അത് ലേശം വളഞ്ഞ വഴി പിടിക്കേണ്ടി വരും. സംഗതി ഇച്ചിരി ചീപ്പാണ്, എന്നാലും ചീപ്പാണ്. ഇന്റഗ്രിറ്റി കോപ്പാണ്. അല്ല പിന്നെ ഇക്കാക്കില്ലാത്ത സാധനം ഉണ്ടാക്കല്ലേ. ആരാണ്? നമസ്കാരം. അയ്യേ, എന്താണ് വേഷം മാറി പോകാൻ? നസീറിന്റെ സിനിമയാ. ഒരു മറവും കൂടി വെക്കാൻ മേലായിരുന്നു. സേവ്യർ തുണ്ടിപ്പറമ്പിൽ. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. മണ്ഡലം പ്രസിഡന്റാണ്. താൻ മണ്ടയുള്ള പ്രസിഡന്റ്, മണ്ടയില്ലാത്ത പ്രസിഡന്റ് ആയിക്കോട്ടെ. യാടിന്ന് പുറത്തിറങ്ങും. ഇവിടെ വെള്ളർപ്പെടുത്ത് ഇൻഡോ ചൈന ഓപ്പറേഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്ന നമ്മളാ. മോണിക്ക ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. മോണിക്ക ഇതാരാണ് ഈ മോണിക്ക? അതെന്താണെന്നറിയോ മുജീബ്, ഈ കോയക്ക് കൊച്ചു പെൺകുട്ടികളൊരു വീക്ക്നെസ്സാ. ഒരു ഷോർട്ട് ഫിലിം നടിയാണ്. ഒരു 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കോയ നമ്മുടെ പോക്കറ്റിലിരിക്കും. ഫുള്ള് പരിപാടി ചെയ്യണേ എനിക്ക് 15,000 രൂപ. ഒന്ന് വന്ന് മോൻ കാണിക്കുന്ന ആ പെണ്ണിന് 10,000. അതാണ് നമ്മളിങ്ങനെ ഒരു വഴി. കോയയുടെ വീക്ക്നെസ്. ആ കോയയുടെ വീക്ക് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കറി പൗഡറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് സ്പൈസി ഒക്കെ ആണല്ലേ. സെക്രട്ടറിയാണ്. ഡാനിയൽ സാറിനോട് ഞാൻ വിൽക്കണില്ലെന്നല്ലേ പറഞ്ഞത്. ഞാൻ ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. രണ്ടുപേരെ യാടിന്ന് പുറത്തിറങ്ങുക. അല്ല, ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് അമ്മനത്താണോ? നല്ല ഞാനതിനോട് പറയുന്നത്. നീ എന്നെ അങ്ങനെ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ടാവും. നീയോ? നിൽക്കാണ്. എനിക്ക് ആ സ്ഥലം തരണം, എനിക്കത് വേണം. വെള്ളം കയറിയൊന്നും എനിക്കൊരു പ്രശ്നമല്ല. 1.5 കോടിയാണ്. റവന്യൂ മന്ത്രിയൊക്കെ നമ്മുടെ സ്വന്തം ആളാണെന്ന് അറിയാലോ. എനിക്ക് കണ്ടെയ്നർ ഇറക്കി വെക്കാൻ കുറച്ച് സ്ഥലം വേണം പോയി സാറേ. നമുക്ക് ഈ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ്. അത് ഫുൾ വൈറ്റ് ആയിട്ടാണെങ്കിൽ വൈറ്റ്, ഫുൾ ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക്. അത് യുവർ ചോയ്സ്. പിന്നെ 3 മാസം സാലറി കിട്ടിയിട്ടില്ല. കോവിഡ് ആയതുകൊണ്ട് ബ്ലാക്ക് ആയിട്ട് കൊടുക്കാൻ we can move our funds. ഈ ഡയലോഗ് ഇവിടെ അല്ല പറയേണ്ടത്. അതെ, നിങ്ങൾ ഇങ്ങനെ ആലോചിക്കൊന്നും വേണ്ട. ഈ കണ്ണായ സ്ഥലം സത്യത്തിൽ എന്തിനാണ് നിങ്ങൾ വിൽക്കുന്നത്? ഈ റവന്യൂ മന്ത്രി നിങ്ങളുടെ ആരാന്നാ പറഞ്ഞേ? He's our client. ഗുഡ്, സ്മാർട്ട്. Thank you. സെക്രട്ടേറിയറ്റ് ചെന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കേസയുടെ അടുത്ത സീറ്റുള്ള ആളാണ്. പേടിയില്ല. അടികൊണ്ട് പൊളിഞ്ഞാണ്. പേടിയില്ല. സുനി, വിളിക്കേട്ടാ, വിളിക്ക്. ഡാ സുനി. പക്ഷേ എങ്ങോട്ട് തള്ളിക്കറങ്ങി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണം. അങ്ങോട്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയേ. സുനി, ആ മേഡം, എന്നെ അവിടെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വന്നേക്കോ. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ഹനീഫെ, വേഷം കെട്ടലൊന്നും ഇവിടെ വേണ്ട. വേഗം പോയിക്കേ. തലയൊക്കെ പൊട്ടിയിരിക്കല്ലേ, വേഗം പോയി റെസ്റ്റ് ചെയ്യും. നമ്മുടെ ബോട്ടിന്റെ കാര്യം എന്തായി? വേഗം അന്വേഷിച്ചേ. അതിന്റെ കാര്യങ്ങൾ ചെയ്യും. ഈ കാര്യത്തിൽ ചുമ്മാ സമയം കളയല്ലേ. സാറേ, വല്ലാർ പാടത്ത് കണ്ണായ സ്ഥലത്ത് ഞാൻ ഒരു സ്ഥലം റെഡിയാക്കി തരാം. സാർ ഒരു 12 ലക്ഷം രൂപ അഡ്വാൻസ് ചെയ്ത് കൊടുക്കും. ഗൂഗിൾ പേ ചെയ്താൽ മതിയോ? സാറേ, സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി കൊള്ളാട്ടോ. മോണിക്ക, എനിക്ക് മോണിക്കയോട് പേഴ്സണലായിട്ട് ഡീലിങ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? ആ സ്ഥലത്തിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് വരെ ബാക്ക് സൈഡിൽ 6 മീറ്റർ വീതിയിൽ പുറമ്പോക്കായിരുന്നു. പിന്നെ റീസർവ് നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇവിടെ കുറച്ച് പൈസ കൊടുത്തിട്ട് അത് ഫ്രണ്ട് സൈഡിലേക്കാക്കി. പിന്നെ സാറേ, ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ബെനിഫിഷ്യൽ എൻജോയ്മെൻറ്റ് ഈസ്മെൻറ്റും റിജക്റ്റ് ആയപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു സാറേ. ഞാനൊരു വെയർ ഹൗസ് പണിയാൻ വേണ്ടിയിട്ട് ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തു. ആ സ്ഥലത്തിൻ്റെ തുടക്കം മുതൽ 6 മീറ്റർ വീതിയിൽ പ്രോപ്പർട്ടിയുടെ എൻഡ് വരെ പുറമ്പോക്ക് സ്ഥലമുണ്ട്. ഈ ഇത് പട്ടയം നേടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് റീസർവേയിൽ ഈ ബാക്കിൽ കിടക്കുന്ന പുറമ്പോക്ക് സ്ഥലം ഫ്രണ്ടിലേക്കാക്കി മാറ്റി. പക്ഷേ കോയൊക്കെ പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്തപ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഫ്രണ്ടിൽ പുറമ്പോക്ക് സ്ഥലമുള്ളത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം രമാ സുരേഷ്, സുജിത് കൈമൾ, ചെട്ടിയാർ ഇവരുടെയൊക്കെ മോട്ടീവ്സോ? ഇതൊക്കെ എനിക്ക് ഒപ്പിക്കാവുന്നുണ്ടെങ്കിൽ അതും ഈസിയായിട്ട് ഒപ്പിക്കാം. മുജീബ് വഴിയല്ലേ നിങ്ങൾക്ക് എൻ്റെ പരിചയം? അതെ. അതേ മുജീബിനെ വെച്ച് തന്നെ എന്നെ ഫോളോ ചെയ്യിക്കുന്നത് ശരിയാണോ ഹനീഫ് സാറേ? പക്ഷേ എൻ്റെ ഹിസ്റ്ററി ഡിഗ് ചെയ്തിട്ട് എന്നെക്കുറിച്ച് മുംബൈയിൽ അന്വേഷിക്കുന്നത് ബിൽഡിംഗ് തകർന്നു, കേസായി, 12 പേരാണ് ഐശ്വര്യ മരിച്ചത്. നിങ്ങൾ ജെന്യൂനാണോ അല്ലയോ എന്ന് എനിക്കറിയണ്ടേ? ജാക്സൺ റോഷറി ഇന്റേൺഷിപ്പ് അബൌട്ട് ചെല്ലാനം. ആ പ്രോപ്പർട്ടി ആയിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളുടെ ഡിവോഴ്സായ വൈഫ് ഫയൽ ചെയ്തൊരു അബ്യൂസ് കണ്ടല്ലോ, ആ കേസോ? അതൊക്കെ ഫേക്ക് റീസണാണ്. നിങ്ങൾ അങ്ങനെ നോക്കണമെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ് ഉറി അറ്റാക്കിൽ വീരമത്തി വരച്ചു എന്നുണ്ടെങ്കിൽ നാട്ടുകാരെയൊക്കെ വിശ്വസിപ്പിച്ചില്ലേ? സത്യത്തിൽ അയാൾ സൂയിസൈഡ് ചെയ്തതല്ലേ? പറ. ആക്ച്വലി റുക്സാനയുടെ ഹസ്ബൻഡ് ഹൈദർ, ഇയാള് ഇൻഫൻട്രി ബ്രിഗേഡ് ക്യാമ്പിൽ വെച്ച് സൂയിസൈഡ് ചെയ്താണ്. അവര് അതുകൊണ്ട് പൈസ സർക്കാർ കൊടുക്കാനായിട്ട് ഒരുപാട് ലേറ്റായി. ഊഹിക്കാലോ, ഒന്നോർത്ത കഷ്ടമാണ് ഈ റെഡ് ടൈപ്പ്. നിങ്ങൾ എന്തിനാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്? ആ മരട് കേസ് പോലെ ഇനി കേസൊക്കെ ആയിട്ട് നമ്മളും കൂടി പെടാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് പൈസ തന്നിരിക്കുന്നേ റീസൺ ഓഫ് സെയിൽ കണ്ടുപിടിക്കാനാ, അല്ലാതെ ലൂസേഴ്സിനെ പോലെ. നിങ്ങൾ ആദ്യം ഒരു ഡീല് ക്ലോസ് ചെയ്ത് കാണിക്കേ, മനസ്സിലായോ? നിങ്ങൾ അയച്ചു തന്ന എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, അതെൻ്റെ കയ്യിലുണ്ട്. ഒന്നിനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അഡ്വാൻസ് അങ്ങ് തിരിച്ചു തന്നേക്ക്. ഞാനൊരു കാര്യം ഏറ്റാ ഞാനത് ചെയ്തിരിക്കും. പറയണ്ട, ചെയ്താൽ മതി. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ഒന്നിനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അഡ്വാൻസ് തിരിച്ചു തന്നെ. ഇന്റഗ്രിറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ ചത്തിട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത.
വന്നിട്ട് നീ ഇവിടെ ശ്വാസം എടുത്ത് നടക്കാന്ന് വിചാരിക്കണ്ടോ മോനെ? എനിക്ക് പേഴ്സ് എടുക്കാം, അതിൽ അവൻ്റെ ഐഡിയ എല്ലാം കാണും. ഓക്കെ. സൂക്ഷിച്ചു.